കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതകരമായ ഇപ്പൊ നിങ്ങൾ ക്യാൻസർ രോഗാന്ന് വിചാരിക്കുക, ക്യാൻസർ രോഗമായിട്ട് മരിക്കേണ്ട അവസ്ഥയിൽ കിടക്കുന്ന ആളാന്ന് വിചാരിക്കുക. എല്ലാ ഡോക്ടർമാരും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു വിചാരിക്കുക. ആ ആള് 2 വചനം കേൾക്കട്ടെ, വചനത്തിന്റെ ശക്തി കൊണ്ട് അയാൾ ജീവിക്കും. അങ്ങനെ ഒരു വ്യക്തി പിറവത്ത് വന്നൊരു കാര്യം പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. വല്ലാർപാടത്താണ് ചേട്ടന്റെ വീട്. എല്ലാ ഡോക്ടർമാർ പറഞ്ഞു ചേട്ടൻ മരിക്കും. പേര് പറഞ്ഞു. എനിക്ക് 1.5 കൊല്ലത്തിന് മുമ്പ് ഞാൻ എറണാകുളം പള്ളി ഇടവക്കാരനാണ്. എറണാകുളത്തുള്ള എളംകുളം ഇടവകയിൽ നിന്നാണ് ഇവര് വരുന്നത്. എനിക്ക് 1.5 കൊല്ലത്തിന് മുമ്പ് ഈ ചെവിട്ടിൽ നിന്ന് വെള്ളം വന്നിരുന്നു. 1.5 കൊല്ലം മുമ്പ് ഇടത് ചെവിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പക്ഷെ അത് ഡോക്ടർമാരെ കാണിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു കുളിക്കുമ്പോ വെള്ളം പോലെയാണ്, അതുകൊണ്ട് ചികിത്സ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കഴിഞ്ഞ മെയ് മാസം 28-ാം തീയതി എനിക്ക് ഈ വശത്ത് ഭയങ്കര നീരും വേദനയുണ്ടായിരുന്നു. അപ്പൊ ഉടനെ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിൽ കിടക്കണമെന്ന് പറഞ്ഞു. 1 മാസം കിടന്ന് എല്ലാ ടെസ്റ്റും ചെയ്ത് ബയോപ്സി എടുത്തപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് സംശയം പറഞ്ഞു. കർത്താവേ, തലയിൽ ക്യാൻസർ ആണ്. ബയോപ്സി എടുത്ത് കഴിഞ്ഞ ആഴ്ച അത് കഴിഞ്ഞിട്ട് എന്റെ മരുമകൻ ഇംഗ്ലണ്ടിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്. ഈ ചേട്ടന്റെ മകൻ ഇംഗ്ലണ്ടിൽ ഡോക്ടർ, ഈ ക്യാൻസറിന്റെ ഡോക്ടർ തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞ് ഇത് ക്യാൻസർ ആണ്, ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, തലച്ചോറായിട്ട് മുട്ടി നിൽക്കാൻ പോവുകയാണ്, നല്ല വേദന വരും, മരിക്കുകയും ചെയ്യും. ദൈവമേ, ഇതെല്ലാം ഡോക്ടർമാർ അങ്ങോട്ട് പറഞ്ഞു. കാരണം മകൻ ഡോക്ടർ ആയതുകൊണ്ട് എല്ലാ കാര്യവും മകനായ ഡോക്ടറോട് ബാക്കി എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇത് ക്യാൻസർ ആണ്, ഇത് ബ്രെയിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്, ക്യാൻസർ മാറ്റണമെങ്കിൽ ബ്രെയിനും കൂടെ കൂടിയെടുത്ത് കളയണം, ആള് തളർന്നു പോകും, ആള് മരിച്ചു പോകും, സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല, 80 വയസ്സ് കളഞ്ഞ ആളാന്ന് ഓർക്കണം. അങ്ങനെ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു ഡോക്ടർമാർ. ഒടുവില് ഞാൻ എന്റെ മകൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കണം അപ്പച്ചൻ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാനല്ല റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 20 റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുറയണില്ല. 20 റേഡിയേഷൻ കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ നോക്കിയപ്പോ അതൊരു യേശുന്ന ലക്ഷണം കാണുന്നില്ല. അതേപോലെ ക്യാൻസർ അങ്ങോട്ട് ശക്തി പ്രാപിച്ചു. 25 കഴിഞ്ഞ പിന്നെ 28 ആയപ്പോ ഡോക്ടർ 2ാമത് സ്കാൻ ചെയ്തപ്പോൾ കൂടണല്ലാണ്ട് കുറയണില്ല. എന്റെ ദൈവമേ, മനസ്സിലായോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ചികിത്സയില്ല, നിങ്ങളുടെ ദിവസങ്ങൾ അടുത്തിരിക്കുവാണ്. അതാ എന്നിട്ട് 28 ഡോക്ടർമാർ വീണ്ടും ചെയ്തു നോക്കി. 28 കഴിഞ്ഞിട്ടും കുറയണില്ല, കൂടുകയാണ്. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ചികിത്സയില്ല, വിദ്യാഭ്യാസമുള്ള ചേട്ടനാണ്, ചേട്ടന്റെ മരണം അടുത്തു കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടക്കുകയോ മറ്റോ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് വെച്ചാൽ മതി, ഇനി അധികം നാളത്തേക്ക് ഈടില്ലെന്ന് പറഞ്ഞു. ഇനി അധികം നാളത്തേക്ക് ജീവിതമില്ല, കാണാനുള്ളതൊക്കെ വേഗം കണ്ടോ, തിന്നാൻ കഴിക്കാനുള്ളതൊക്കെ വേഗം കഴിച്ചോ, വിളിക്കാനുള്ളവരെ വേഗം വിളിച്ചോ, സംസാരിക്കാനുള്ളത് വേഗം സംസാരിച്ചോ, എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്ലാർപാടം കൺവെൻഷൻ വന്നത്. എന്റെ ഭാര്യ പറഞ്ഞ് കൺവെൻഷന് പോണം കൊച്ചാസി, നമുക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞു. വല്ലാർപാടത്ത് ഈ അഭിഷേക് 5 ദിവസം കൂടി. ഏത് സെപ്റ്റംബർ 3 കൂടി വല്ലാർപാടത്ത് അഭിഷേകാഗ്നി കൺവെൻഷൻ ആ സമയത്താണ് വരണത്. അവിടെ കൂടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ അവശതയായി. അപ്പൊ ഞാൻ മരിക്കുമെന്നുള്ള വിധത്തിൽ മക്കളെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നും വന്ന് എന്നോട് മക്കള് പറഞ്ഞ് അപ്പച്ചൻ ഇനി അധികം ദിവസങ്ങളില്ല, അതുകൊണ്ട് അപ്പച്ചന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊക്കെ ചെയ്തു വെക്കണം, എഴുതാനുള്ളത് എഴുതുക, ഒപ്പിടാനുള്ള ഒപ്പിടുക, എല്ലാം ചെയ്യണം. പക്ഷെ പെട്ടെന്നെല്ലാം മനസ്സിലായല്ലോ. പക്ഷെ ഉടനെ എന്റെ ഭാര്യ പറഞ്ഞ കൺവെൻഷന് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ത്രേസ്യാമി എനിക്ക് ഇരിക്കാൻ പറ്റില്ല,
ഈ സ്ഥിതിയിൽ 80 വയസ്സായി എന്നെ എന്തിനാ ഞാൻ കൺവെൻഷന് കൊണ്ടുപോകണമെന്ന് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ നല്ലൊരു ഭാര്യ. ഒടുവില് നിർബന്ധമായി ഞങ്ങൾ 5 ദിവസവും അവിടെ കൂടി 3 മണിക്ക് പോയി 11 മണിക്ക് വരുള്ളൂ. കൂടി കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, കൺവെൻഷൻ വെച്ച് അച്ഛനെ കണ്ടോ? അച്ഛൻ പറഞ്ഞ് തലയ്ക്ക് പിടിച്ച്. അച്ഛൻ ചെന്ന് തലയ്ക്ക് ഒറ്റ പിടിച്ചു. അച്ഛൻ അവിടെ ചെന്ന് കൺവെൻഷൻ കഴിഞ്ഞപ്പോ എന്നെ അച്ഛനോട് പറഞ്ഞ്, അപ്പൊ അവിടുത്തെ അച്ഛന്മാര് പറഞ്ഞ് കൺവെൻഷൻ ഇപ്പൊ ഇന്ന് തലയ്ക്ക് പിടിക്കാൻ പറ്റൂല, 3 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. 3 ദിവസം വന്നിരിക്കണം, അതിന് ശേഷമാണ് തൊടാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ആ 3 ദിവസത്തേക്ക് ചിലപ്പോ ജീവിക്കില്ല. അതുകൊണ്ട് ഇത് കേട്ടപ്പോ ഈ അത്തായി അച്ഛൻ പറഞ്ഞ്, ചേട്ടൻ എന്താ ആവശ്യം കൂടെ വാന്ന് പറഞ്ഞു വിളിച്ച്. അപ്പൊ ബാക്കിയെല്ലാം നിയമം തെറ്റിച്ച് ചേട്ടനെ മാത്രം അച്ഛൻ വിളിച്ചോണ്ട് പോന്നു. വന്നിട്ട് എന്നോട് തലയ്ക്ക് പിടിച്ച് 15 മിനിറ്റ് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഈ ചെവിട്ടിൽ ഒരു ഊതിയിട്ട് ഒരു അടി അടിച്ച്. ആ അടിയുടെ വേദന ഇപ്പോഴും ഉണ്ട്. ചെവിട്ടിലൊരു ഊതും അടി. ഇത് കഴിഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞ്, ചേട്ടൻ 4 മാസമല്ല 4 കൊല്ലം കഴിഞ്ഞാലും മരിക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞ് പോയി. മനസ്സിലായോ? 4 മാസമാ. 4 മാസമല്ല 4 കൊല്ലം കഴിഞ്ഞാലും മരിക്കില്ല. കർത്താവ് ഒരു സന്ദേശമാണ് കൊടുത്ത്. ഞാൻ ഡോക്ടറെ പോയി കണ്ട് ഉടനെ തന്നെ അപ്പച്ചൻ അമൃതയിലെ ഡോക്ടറെ അടുത്തേക്ക് പോയി, ക്യാൻസറിന്റെ ഡോക്ടറെ അടുത്തേക്ക് പോയി. കണ്ട് ചെന്നപ്പോ തന്നെ ഡോക്ടർ ചോദിച്ചു, എന്താ മുഖത്ത് നല്ല ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, എന്താ മകൻ വല്ല മരുന്ന് വല്ലതും തേച്ച് അയച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് വല്ല മരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്തോന്ന് ഒറ്റ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞ, മകൻ എന്നോട് ഈ സൂക്കേടിനെ പറ്റി പറയാനുള്ള ഡോക്ടറായിട്ടല്ലേ ബന്ധപ്പെടാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരു മരുന്ന് എന്താ, അന്ന് നമുക്കൊന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ്, കൊച്ചാസേട്ടാ ഇത് എന്തെങ്കിലും ചികിത്സ ചെയ്തിട്ടുണ്ട്, ഇല്ലാണ്ട് ഇത് വരില്ല, 70% ക്യാൻസർ പോയി. ക്യാൻസർ കാണാനില്ല. എന്തോ ചികിത്സ ചെയ്തിട്ടുണ്ട്, ആ മരുന്ന് എന്താന്ന് പറയൂ. അപ്പൊ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒടുവില് 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊച്ചാസേട്ടാ ഇത് മരുന്നൊന്നും കഴിക്കണ്ട, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വാന്ന് പറഞ്ഞു. ഇനി ഒരു മരുന്ന് വേറെ കഴിക്കാൻ നിൽക്കരുത്, ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം കഴിച്ചാൽ മതി. അത് രോഗികൾ നിറഞ്ഞ പുസ്തകം വായിക്കില്ല. ഒടുവില് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോൾ 99% ക്യാൻസർ പോയി. 99%? ഈശോയെ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ അച്ഛൻ മാത്രമേ പറഞ്ഞുള്ളൂ ക്യാൻസർ പോകുന്നു. എന്റെ മകനടക്കം, ഇംഗ്ലണ്ടിലെ ഡോക്ടറായ മകൻ അടക്കം പറഞ്ഞു. വന്ന് മരണത്തിന് വന്ന് വീട്ടിലേക്ക് അവര് വീട്ടിലേക്ക് വന്ന് മരണത്തിന് ഒരുക്കാൻ വേണ്ടി. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ എനിക്ക് ക്യാൻസർ ഇതാ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ ശരീരത്തിലെ ക്യാൻസർ 99%, 99.9% അല്ലെ, എത്രയാ എഴുതിയിരിക്കണേ, ഫുൾ കംപ്ലീറ്റ് ഹീലിംഗ് സംഭവിച്ചതായിട്ട് ഒരു സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സയൻസ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ക്യാൻസർ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നോക്കാം, വചനം കേട്ട് ആ സ്ഥിതി 3 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ മാസങ്ങൾ എത്ര കഴിഞ്ഞ്, 4 ഇനി ഒരു കേട്. അതുകൊണ്ട് ഇവിടുന്ന് യാത്ര ചെയ്ത് പിറവത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥിതിയിൽ ഒരു കേടുമില്ല ഇപ്പൊ. എത്ര എന്നിട്ട് അവിടെ വന്നിട്ട് 3 മണി തൊട്ട് രാത്രി 11 മണി വരെ ഇരിക്കുക പിറവത്ത്, ഒരു കേടുമില്ല. കർത്താവ് വചനം വഴി ആ ശരീരത്തിന്റെ അവസ്ഥ വ്യത്യാസപ്പെടും. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള